ഹായ് എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്, ഇന്ന് 27th ഫ്രൈഡേ. അപ്പോൾ എന്താ പറയുക, സൗദി അറേബ്യയിൽ റമദാൻ്റെ നോമ്പ് തുടങ്ങിയിട്ട് ഇന്ന് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടൊരു ഫാസ്റ്റിങ്ങിലാണ്. സോ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മീൻകറിയുമല്ല, കപ്പയും ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ കപ്പയല്ല, ഫ്രോസൺ കപ്പയാണ് മേടിച്ചത്. അപ്പോൾ ഫ്രോസൺ കപ്പ ഞങ്ങൾ കുറച്ചേ മേടിക്കത്തുള്ളൂ, കാരണം ഇവിടെ ഞാനും രമിയും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം വേറെ ആരും അധികം കഴിക്കാനില്ല. സോ അതുകൊണ്ട് നമ്മൾ ഫ്രോസൺ കപ്പയും ചിക്കൻ കറിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഹന്ന എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഓടി വന്നു. ഒരു ഐസ്ക്രീമിന്റെ സെക്ഷൻ കഴിഞ്ഞതാണ്, രണ്ടാമത് വീണ്ടും ഒരു സെക്ഷനിലേക്ക് അവൾ കടന്നിട്ടുണ്ട്. ഹനക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമില്ല അല്ലേ? വാനില ഇഷ്ടം. ഇവിടെ ഈ ബെഡിൽ ഒരാളുണ്ട് കണ്ടോ. കുറച്ചും മുന്നേ ഞാൻ ചുമ്മാ കയറി കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ, കിടക്കാനല്ല, നമ്മളിങ്ങനെ ഫോൺ നോക്കുമ്പോൾ കിടക്കില്ലേ, അപ്പോൾ അയാൾ താഴെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നെ കണ്ടതും വീണ്ടും അയാൾ മേലെ വന്നു. പക്ഷേ അയാളെ ഞാൻ പറ്റിച്ചു. ഉറക്കം മതിയൊക്കെ അവൻ എഴുന്നേറ്റു. അവൻ കിടക്കുന്നതിനെല്ലാം ഓരോ പൊസിഷൻ ഉണ്ടല്ലേ ഹന്ന? എനിക്ക് ഉറക്കം വരുന്നൊക്കെ എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കിടന്നു. പക്ഷേ എനിക്ക് എണീറ്റിട്ട് എനിക്ക് കാണണം. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു കിടക്കാതെ. അപ്പം രണ്ടാമത്തെ അല്ല, ഇത് മൂന്നാമത്തെ ആള്. രണ്ടാമത്തെ ഞാൻ ഉദ്ദേശിച്ചത് ടേൺ നമ്പർ 2 കണ്ടിട്ടില്ലല്ലോ. ഒരാളെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇയാളും ഐസ്ക്രീം കഴിക്കുകയാണ്. എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ട്, ഒരു പ്രത്യേക കോലത്തിലങ്ങ് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫ്രോസൺ ടപ്പിയൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കപ്പ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് 700 ഗ്രാമാണ്. നമ്മളിപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ 2 പാക്കറ്റോ 3 പാക്കറ്റോ ആൾക്കാരനുസരിച്ചിട്ട് മേടിക്കും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് നമ്മളിതാണ്. നമ്മുടെ ഇവിടുത്തെ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത് ഈ ഫ്രോസൺ ടപ്പിയൊക്കെ കേട്ടോ. ഇങ്ങനത്തെ ചിക്കനാണ് നമ്മൾ മേടിച്ചത്. ഇതും ഫ്രോസൺ ചിക്കൻ തന്നെയാണ്, പക്ഷേ സ്കിൻ ഔട്ട് ആയിട്ടുള്ളതാണ്. ഒരു കറക്ഷൻ ഉണ്ട്. രമി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഫ്രോസൺ അല്ല, ഇത് ഫ്രഷ് ചിക്കനാണ്, ഫ്രോസൺ വേറെയാണ്. കുക്കിങ്ങിൻ്റെ ഒരു അപാകതയാണിത്. ഞാൻ ഉണക്കമീൻ ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രമി ഇതിൻ്റെ മിസ്റ്റേക്ക് കണ്ടെത്തി. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, ടൊമാറ്റോ, ഓണിയൻ, പിന്നെ പൊട്ടറ്റോ, പിന്നെ 3 ചില്ലി എടുത്തിട്ടുണ്ട്, നടുവേന്ന് കയറിയത്. പൊട്ടറ്റോ ഒരു 2 എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുത് നോക്കി എടുത്താൽ മതി. ഇവിടെ പിന്നെ പൊട്ടറ്റോ കഴിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരുണ്ട്, ചിക്കൻ കറിയിലിട്ട പൊട്ടറ്റോ കഴിക്കാൻ. കുറച്ച് കറിവേപ്പില നമ്മളിങ്ങനെ കഴുകി എടുത്തു വെക്കുക. ഹായ്. അപ്പോൾ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലുണ്ട്. സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ നമ്മൾ തിരികെ തേങ്ങയില്ല, ഇവിടെ ഫ്രോസൺ തേങ്ങ കേട്ടോ കിട്ടുക. അപ്പോൾ തിരികെ തേങ്ങയും കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ഇതൊന്ന് ബ്രൗണിഷ് കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കേ. ഇതിലിപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, മറ്റേ തേങ്ങ നമ്മൾ ആട്ടിയെടുക്കില്ലേ വെളിച്ചെണ്ണയ്ക്ക്, അതിൻ്റെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട ചിക്കൻ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പെപ്പറും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. സോക്ക് ചെയ്യാല്ലേ പറയാം നമ്മൾ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഇതിപ്പോൾ നോക്കിക്കാൻ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അതിൽ നിന്ന് തേങ്ങയിൽ നിന്ന് നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് എണ്ണയിലിട്ട് ഇതാക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും എണ്ണ ഇതായിട്ട് വന്നിട്ടുണ്ട്. അതാണ് കുറച്ച് അധികമായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാളയില്ലേ, കുനുകുനാന്നരുത്. ഇത് ഭയങ്കര കുനുകുനാന്നുമല്ല, നിങ്ങൾക്ക് എത്ര കുനുകുനാന്ന് നന്നായിട്ട് അറിയാൻ പറ്റും അതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സവാള നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ
അതെല്ലാം കൂടിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ ബാങ്ക് വിളിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെന്താ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഇടണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് അടുത്തത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോയിലാക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ആ കറിവേപ്പിലല്ലേ, അതും കൂടി ഇടുക. ഓ എൻ്റെ മാതാവേ, നല്ല മണമുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതിനിടയിൽ നമ്മുടെ ടേസ്റ്റിൻ്റെ മണത്തിൻ്റെ കാര്യമൊന്നും പറയരുത്. ഇങ്ങനെ പഴമക്കാർ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആ ആഹാരത്തിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. സോ കൂടുതൽ കമൻറ്റുകളൊന്നും പറയാണ്ട് നമ്മളിതങ്ങ് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോസൺ കപ്പ ഞാനിങ്ങ് എടുത്ത് വെച്ചിട്ട് അത് 2 ടൈംസ് ഒന്ന് വാഷ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ ഇതിൻ്റെ കുറച്ച് താഴെ വരുന്ന രീതിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഒരു 2-3 വിസിൽ വരുന്നവരെ ഇതൊന്ന് അടിച്ചെടുക്കുക. ഉപ്പിടാൻ മറക്കില്ല കേട്ടോ. നമ്മളിതിൻ്റെ കൂടെ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഗായ്സ്, നമ്മുടെ ഇതെല്ലാം വഴറ്റി ഇത് ഇങ്ങനെ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത്രയും ഭയങ്കര കുനുകുനാന്നല്ലെങ്കിൽ ഇതൊരു കുനുകുനാണ്. ഈ കുനുകുനാന്നരിഞ്ഞിരിക്കുന്ന തക്കാളി തട്ടിയിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഓക്കെ, ഇത് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ സാധനമായതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഇങ്ങനെ കാണുന്നത്. സോ ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൗവിൽ നമ്മുടെ കപ്പയുണ്ട്. ആ കപ്പയിൽ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽട്ടാവട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ആക്ച്വലി നിങ്ങൾക്കിത് ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഹന്നമോക്ക്, അതായത് എൻ്റെ രണ്ടാമത്തെ ആൾക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ കറിയിലുള്ള ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കിയാലും അതിൽ 2 ഉരുളക്കിഴങ്ങിടും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചില്ലി പൗഡർ 1 ടീസ്പൂൺ മതി. അപ്പോൾ നമ്മളിതിലേക്ക് ഇട്ടത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ്, എത്ര പൊടിയാണ്, അളവാണെന്ന് ഇവിടെ എൻ്റെ ഷെഫിനടുത്ത് ഞാൻ ചോദിക്കണം, ഷെഫ് ഇതിൽ എത്ര പൊടി ഇടണമെന്ന്. അപ്പോൾ 1.25 സ്പൂണാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ടത് കേട്ടോ. പെപ്പർ നമ്മൾ ഒരു 3/4 സ്പൂൺ, നിങ്ങൾ കണ്ടില്ലേ സ്പൂണ്, അതിൽ തന്നെ ഒരു 3/4 സ്പൂണ് പെപ്പർ ഇടുക. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കൻ പെരട്ടി ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ നമ്മൾ പെപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇതിനോടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് നമ്മൾ ഇടുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടതിന് ശേഷം
ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ രമിയുടെ ഹെൽപ്പ് ചോദിക്കട്ടെ, കാരണം ഈ ഇതും പിടിച്ചിട്ട് ഇതൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പാത്രത്തിലൊരു കൈ വേണം. രമി ഇതൊന്ന് മിക്സ് ചെയ്യുമോ? കാരണം ഞാൻ ഒറ്റ കയ്യിലിട്ടാക്കുമ്പോൾ ഇത് അങ്ങോട്ട് പോകുന്നു, ലാസ്റ്റ് ഇതെല്ലാം കൂടി ചിക്കൻ കറി ഇന്ന് താഴെ കിടക്കുന്നതായിരിക്കും. വീഡിയോ എടുത്ത് ചിക്കൻ കറി ഫ്ലോപ്പ് ആവാൻ സമ്മതിക്കരുത് നമ്മൾ. രാം വേണ്ടിയിട്ട് രമി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രമി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം കൂടി, അതായത് ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വേഗണ്ടേ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബേ ലീഫ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് 2-3 ബേ ലീഫ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഇത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് ഫസ്റ്റ് വിസിൽ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായിട്ട് വെന്തു എന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തെല്ലാം നോക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല, രമി നോക്കിയിട്ടുണ്ട്, കാരണം ഞാൻ ഫാസ്റ്റിംഗ് ആണല്ലോ. പിന്നെ ഇതിലേക്ക് ഞങ്ങൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കടുക് പൊട്ടിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. മുളകും കടുകും എണ്ണയെല്ലാം കറിവേപ്പിലെല്ലാം ഇട്ട് വെച്ചിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പയും ചിക്കൻ കറിയും റെഡിയാണ്. നന്നായിട്ട് ടേസ്റ്റായിട്ട് കഴിക്കട്ടെ കേട്ടോ.